കേൾവി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷയുടെ ശബ്ദം സമ്മാനിച്ചിരിക്കുകയാണ് പിലാത്തറ ലയൺസ് ക്ലബ്ബും ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററും. സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി 6 പേർക്കാണ് സൗജന്യമായി ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. ലയൺസ് ക്ലബ്ബ് പിലാത്തറയുടെ നേതൃത്വത്തിൽ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യ ശ്രവണ സഹായികളുടെ വിതരണം സംഘടിപ്പിച്ചത്. വിദഗ്ധ കേൾവി പരിശോധനയ്ക്ക് ശേഷമാണ് അർഹരായ 6 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. പിലാത്തറ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗുണഭോക്താക്കൾക്ക് ശ്രവണ സഹായികൾ കൈമാറി. ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീജിത്ത് ഇളമ്പിലാത്തും ഡയറക്ടറും ചീഫ് ഓഡിയോളജിസ്റ്റുമായ അശ്വതി ശ്രീജിത്തും പരിപാടിക്ക് നേതൃത്വം നൽകി. ഹിയറിംഗ് എയ്ഡ് രാജീവനിപ്പിക്ക് കൊടുക്കുവാൻ ലൈൻ രാമചന്ദ്രനാണ് മുന്നോട്ട് വരുന്നത്. സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ഹിയറിംഗ് എയ്ഡ് വാങ്ങുവാൻ വേണ്ടി സരോജനയാണ് വരുന്നത്. കേൾവിശേഷി മെച്ചപ്പെടുത്തുന്നതിലൂടെ ഗുണഭോക്താക്കളുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ആശയവിനിമയം കൂടുതൽ സുഗമമാക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീജിത്ത് ഇളമ്പിലാത്ത് പറഞ്ഞു. കേൾവി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും സാമൂഹിക പിന്തുണയും ഉറപ്പാക്കുകയെന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് സ്നേഹസ്പർശം പദ്ധതി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡോക്ടർ രചനാംഗങ്ങളെ ഇവിടെ ഞങ്ങളുടെ നമ്മുടെ സോണിലെ എല്ലാ ക്ലബ്ബുകളെയും ഇന്ന് ചേർന്ന എല്ലാവരെയും ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഡെന്നി തോമസ്, രാമചന്ദ്രൻ ഇ, കേണൽ പത്മനാഭൻ എന്നിവരും ക്ലബ് പ്രവർത്തകരും പങ്കെടുത്തു. ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിലെ ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേൾവിയുടെ ലോകത്തേക്ക് വീണ്ടും പ്രതീക്ഷയും ആത്മവിശ്വാസവും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ സ്നേഹസ്പർശം പദ്ധതി ഗുണഭോക്താക്കൾക്കും കുടുംബങ്ങൾക്കും വലിയ ആശ്വാസവും സന്തോഷവും പകരുന്നു.